അപ്പോഴേ നമുക്ക് ഇന്നൊരു പ്രത്യേക കളറിലുള്ളൊരു കോളിഫ്ലവർ കിട്ടി. നമ്മൾ നേരത്തെ ഒരു കോളിഫ്ലവറിൻ്റെ റെസിപ്പി ചെയ്തതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ പോയപ്പോണ്ടോ ഇതവിടെ ഇരിക്കുന്നു. അപ്പം പിന്നെ അത് വെച്ചിട്ടൊരു മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കൊരു മനസ്സമാധാനമില്ല. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ പർപ്പിൾ കളറിലുള്ള നല്ല അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കോളിഫ്ലവർ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു പരിപാടി നടത്താമായിരുന്നു. നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ മുറിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെക്കുക. വെള്ളം തിളപ്പിക്കാനായിട്ട് നമുക്ക് കോളിഫ്ലവറൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് നല്ല അടിപൊളി കളറാണ്. അതെ അതെ, നല്ല കളർ. അതിന്റെ ഈ ഇത് കണ്ട തണ്ടിന് പോലും ആ കളർ കണ്ടോ. വരാൻ തുടങ്ങിയ നമ്മളെന്തായാലും ആദ്യമായിട്ട് കാണാം. അടിപൊളിയായിരുന്നു, നല്ല കളർഫുൾ സാധനം. ഈ വീട്ടില് വല്ല ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ കളർഫുൾ ആയിട്ട്. ഗസ്റ്റിന് മാത്രമല്ല, ഈ പിള്ളേർക്കൊക്കെ പിള്ളേർക്ക് കോളിഫ്ലവർ ഒക്കെ ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ വേറൊരു കളറിലെയൊക്കെ കോളിഫ്ലവർ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിത് മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ഇച്ചിരി സമയം എടുക്കും. അപ്പൊ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലിട്ട് കളക്കാം. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ അരിഞ്ഞ് ചെറിയ പീസാക്കി വെച്ച സാധനം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നമ്മളത് വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ടാണ് ആദ്യം ഒന്ന് കഴുകി എടുത്തായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അത് വല്ല കൃമികീടങ്ങളോ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ഇതൊന്ന് വെന്തോടെ കിട്ടണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളത് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അകത്തൊരു പച്ചചോയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു 2 മിനിറ്റ് അത്യാവശ്യം ഒരു 70% വെന്ത് കിട്ടണം. അപ്പൊ അതിന് നേരത്തിന് കളർ ചെറുതായിട്ട് മാറുന്നുണ്ടോ? നമ്മുടെ ഇല്ല അങ്ങനൊന്നും മാറത്തില്ല. നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആയിരിക്കും ഒരു ചെറിയ കളർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇനി 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സാധനം വെന്ത് വന്നപ്പോഴത്തേക്ക് വീണ്ടും കുറെ കൂടെ ഡാർക്ക് കളറായേ. നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാണാനായിട്ട്. ഇപ്പൊ നല്ലൊരു കളർ. അതെ അതെ അതെ, അടിപൊളി കളറായിട്ടുണ്ട്. അപ്പൊ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കോരി വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കാം. അപ്പൊ നമുക്കിനി നമ്മുടെ കോൺഫ്ലവർ വറക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാവേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മൈദയും 1 ടേബിൾ സ്പൂണ് നമ്മുടെ അരിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പം നമ്മുടെ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി ഇടാം. വീട്ടിൽ പൊടിച്ചിടണമെന്ന് തന്നെ ഇല്ല, എന്നാലും നമ്മുടെ ഇതിൻ്റെ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി ഇട്ട് ഇനി നമ്മളെന്താ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ, അത് വെന്ത സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളത്തിൽ. അപ്പോൾ അത് കാരണം നമുക്കിനി ഒരു നുള്ളിട്ടാൽ മതി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കുക, അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ വെള്ളം കൂടിപ്പോകും. അപ്പോൾ ഒത്തിരി വെള്ളം കൂടിപ്പോകാതെ നമുക്കിതെല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിൻ്റെ അകത്തൊന്ന് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് കട്ടിക്ക് കോട്ട് ചെയ്ത് നമുക്ക് എടുക്കണ്ട, ജസ്റ്റ് എല്ലാം ഒന്നിട്ട് ഒരു ചെറിയ കോട്ടിങ് മതി. അല്ലെങ്കിൽ ഭയങ്കര ആയിട്ട് എണ്ണ അങ്ങ് കുടിക്കും. അപ്പം നമുക്ക് അങ്ങനെ വേണ്ട, അല്ല നമുക്ക് ചെറുതായിട്ടൊന്ന് പൊക്കി എല്ലാം എടുക്കാം അല്ലേ. ജസ്റ്റ് ഇതിലെല്ലാം ഒന്ന് ആക്കട്ടെ. അപ്പോൾ നമ്മൾ ബാറ്റർ എല്ലാത്തിലും ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മൈദ ഇതിൻ്റെ അകത്ത് കലക്കാതെ വെറുതെ പൊടിയായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വെതറിയിട്ട്, അപ്പോൾ ഉണ്ടല്ലോ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയെടുത്ത് നമ്മൾ ആദ്യം വെച്ചിരുന്ന ആ പ്ലേറ്റില്ലേ, ആ പ്ലേറ്റിലേക്ക് തന്നെ അങ്ങ് മാറ്റി വെക്കാവേ. ഇനി ഇത് വറുത്തെടുക്കാനായിട്ടാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഓരോന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം നമ്മുടെ കോളിഫ്ലവർ വറക്കാനായിട്ട് നമ്മുടെ കുക്കിംഗ് ഓയിൽ, ഇത് സാധാരണ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ അത് നല്ലതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ കോളിഫ്ലവർ എടുത്ത് അങ്ങ് വറുത്തെടുക്കാം, ഡീപ്പ് ഫ്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ നല്ലതായിട്ട് അത്
എണ്ണ നല്ലതായിട്ട് എണ്ണ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി ചെറുതായതുകൊണ്ട് ഒരു 2-3 ബാച്ചായിട്ട് ഇത് വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. സാരമില്ല, എന്നാലും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെയ്യെ ഒന്ന് വെടിയിച്ച് കൊടുക്കണം. അതിൽ എണ്ണ വീണിട്ട് നമ്മുടെ കോളിഫ്ലവറിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ. അതൊരു അടിപൊളി കാര്യമാണ്. അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പം നമ്മൾ കംപ്ലീറ്റ് സാധനം ഇത് വറുത്ത് എല്ലാം റെഡിയാക്കി എണ്ണയൊക്കെ വാർന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കളർ നല്ല അടിപൊളി കളറായിട്ടുണ്ട്. നോക്കി, അതെ, ഓരോ സ്റ്റേജിലും ഓരോ വെറൈറ്റി കളറുകളാണ് വരുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോഴേ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. ചീനച്ചട്ടി നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം ആണേ. ഇപ്പൊ നമ്മള് വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അയ്യോ, അതിനകത്ത് അത് കുഴപ്പമില്ല. അത് നമ്മുടെ സ്പൂൺ അടിച്ച് വെള്ളം അതല്ലേ ഞാൻ തുടച്ചിട്ട് വന്നൊരു സ്വല്പം വെള്ളം. അപ്പൊ എന്തായാലും അതെല്ലാം എടുത്ത് വെച്ചു. ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഇനിയും ചേർക്കണം. നല്ല തീ നമ്മൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. ആദ്യം ഇടുന്നത് നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി. ഇത് നമ്മളൊരു 6 അല്ലിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി ഒരു ഏകദേശം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതെ, അത് നമ്മള് ചെറുതായിട്ട് എല്ലാം നല്ല ചെറുതായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് ഒരു 2 എണ്ണം ചെറുതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവോള ഏകദേശം ഇത് ഒന്നെങ്കിൽ ഒരു മീഡിയം സൈസ് എടുക്കുക, അല്ലെങ്കിൽ ചെറിയ 2 സവോള എടുക്കാം. ഇത് നമ്മളുണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനത്തെ എന്ത് പറയുന്നത് ചൈനീസ് ഡിഷുകൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ വലിയ പീസായിട്ടല്ല അരിഞ്ഞിരുന്നത്. ചെറിയ പീസായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് തന്നെയല്ല, നമ്മൾ ഇതിനകത്ത് അധികം ഫ്ലേവറും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടില് നമ്മളിപ്പം ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കി വീട്ടിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ആ ഒരു ഫ്ലേവർ എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മളിപ്പം കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടുകയും വേണം. എന്നാൽ അധികം മറ്റേ നമുക്ക് ഹെൽത്തിന് പ്രശ്നമൊന്നും വരുന്നത്. അപ്പം മതി, അധികം വേണ്ടല്ലോ. വേണ്ട, നല്ല തിളച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മള് ഓരോ ടേബിൾ സ്പൂൺ തെറ്റിപ്പോയി ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും കൂടെ അത് നമ്മൾ ഒരുമിച്ചാണ് ഒഴിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് അതൊക്കെ ചേർത്ത് കൊടുത്ത് അത് മതി. അധികം കളറൊന്നും വേണ്ട നമുക്ക്. കാര്യം നമ്മുടെ കോളിഫ്ലവർ നല്ല കളർഫുള്ളാണ്. അല്ലെങ്കിൽ ഒത്തിരി കളറിലൊന്നും. അതെ, അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കളറായിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ അരിഞ്ഞ് റെഡി ആക്കി വെച്ചേക്കണേ. അതായത് ഏതൊക്കെയാണ്? സ്പ്രിംഗ് ഒണിയൻ, പിന്നെ ക്യാപ്സിക്കം, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒഴിച്ച സോസ് എല്ലാം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മള് കലക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കോൺഫ്ലവർ ആണ്. ഇത് കോൺഫ്ലവർ അടിയിൽ കട്ട പിടിക്കും. അപ്പൊ ഇതൊന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടിയാണ് കോൺഫ്ലവർ ഒഴിക്കുന്നത്. അപ്പൊ അത് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുണ്ട്, ആ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. എന്നാലും ലൂസുമാണ്. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കളർഫുൾ സാധനമായ നമ്മുടെ അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് വേണേൽ നോക്കാം. നമ്മുടെ സോയ സോസിന്റെ അകത്തൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട്, എന്നാലും നമ്മൾ പച്ചക്കറിയൊക്കെ ചേർത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ഒരു ഉപ്പ് കൂടെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഉപ്പുണ്ട്. ഒരു നുള്ളു ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്താൽ മതി. അല്ല, ടേസ്റ്റ് ചെയ്താൽ ഒന്ന് ആഡ് ചെയ്താൽ മതി. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഇടാവേ, അല്ലെങ്കിൽ ചിലപ്പോൾ കുടിക്കും. മതി, ഒരു പിഞ്ച് ഉപ്പ് മതി. അപ്പൊ അത് സെറ്റ്. അപ്പൊ നമ്മുടെ സാധനം എല്ലാം ഇട്ട് കൊടുക്കഴിഞ്ഞു. അടിപൊളി. ഇനി അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് ഇവനെ അങ്ങോട്ട് മിക്സ് ചെയ്യണം.
ഇനി അധികം വേഗം പിടിക്കൊന്നും വേണ്ട. ഒന്നുമില്ല പരിപാടി, എല്ലാം മിക്സ് ചെയ്ത് എല്ലായിടത്തും ഈ ഗ്രേവി നമുക്ക് സെറ്റാക്കി എടുക്കണം. അടിപൊളി, എന്താ കളറല്ലേ. നമ്മള് സാധാരണ ഇപ്പൊ ഈ ഗോബി മഞ്ചൂരിയനൊക്കെ നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്ലേവറാണ്. ഇതിപ്പോ അത്യാവശ്യം അതിനേക്കാളും നല്ല കളറുണ്ട്, പക്ഷെ ഫ്ലേവറുകൾ വളരെ കുറവാണ്. ഇത് നമ്മുടെ സാധനം തന്നെ നല്ല കളർഫുൾ അല്ലേ. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ സോസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ചൈനീസിന്റെ മണം ഉണ്ട് താനും. പക്ഷെ ആ ടേസ്റ്റ് അത് കിട്ടും. പക്ഷെ ഉണ്ടല്ലോ നമ്മളധികം സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ കമ്പ സെറ്റായി അടിപൊളി വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കളർഫുൾ ഗോബി മഞ്ചൂരിയൻ. കാഴ്ചക്ക് മാത്രമല്ല, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? തിന്നാനും നല്ലതാണ്. അടിപൊളി ടേസ്റ്റാ. അതുകൊണ്ടല്ലോ നമ്മള് സാധാരണ ഒത്തിരി അങ്ങ് നമ്മൾ സോസൊക്കെ ഒഴിച്ച് ഒരു വല്ലാത്തൊരു എക്സ്ട്രീമായിട്ട് ടേസ്റ്റ് ചെയ്തല്ലോ. അതൊന്നുമില്ല, വളരെ നോർമലായിട്ട് ആർക്കും കഴിക്കാൻ പറ്റുന്ന, അധികം എണ്ണയൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്പെഷ്യൽ. എന്തായാലും അപ്പൊ ഈ മറ്റേ വയലറ്റ് കളർ, പർപ്പിൾ കളർ, അത് തന്നെ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് മേടിച്ചൊന്ന് ഉണ്ടാക്കി നോക്കണം. അത് ചെയ്യുമ്പോ ഓരോ സ്റ്റേജിലും അതിന്റെ കളർ മാറും. പല പല കളറിലെ ഈ സാധനം വരുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. സംഭവം നല്ല കിടക്കാച്ച സാധനമാണ്. അതിന്റെ ടേസ്റ്റിന്റെ ഒരു ഭംഗി പോലെ തന്നെ രുചി കിടും. അടിപൊളിയല്ലേ. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്യില്ല. എന്നാലും വേണ്ടല്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് അപ്പീൽ തന്നു. ജലദോഷം ഒന്ന് മാറിക്കോട്ടെ, ഞാനും വരും. അപ്പോഴേ എല്ലാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി. ഈ കളറ് നമ്മുടെ കോളിഫ്ലവർ നമുക്കിപ്പം അവിടെ എല്ലായിടത്തും കിട്ടുമായിരിക്കും ഇപ്പൊ ഈ സംഭവം. ചിലപ്പോ ഈ ഒരു സീസണിലെ ഒരു പ്രത്യേകതയായിരിക്കും. അപ്പൊ അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഇടണം. അപ്പൊ നമുക്കൊരു സന്തോഷമാവും, നിങ്ങൾക്കും ഒരു സന്തോഷമാവും. ടേസ്റ്റ് കിടിലാണ്. നമ്മൾ അധികം ഫ്ലേവർ ഒന്നും ഇല്ല, നല്ല സൂപ്പറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചൈനീസ് ഡിഷ് ഒന്നും കഴിക്കുന്ന ആ ഒരു രീതിയിലൊന്നും അല്ല, ഒന്നുമില്ല. നല്ല അടിപൊളി, ആർക്കും കഴിക്കാം, എപ്പോഴും കഴിക്കാം. അപ്പൊ കഴിച്ചു നോക്കുക, അഭിപ്രായം പറയുക. അടുത്ത നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മള് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.